ഹലോ ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നബിദിനത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. നബിദിനത്തിൻ്റെ അന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചായ വെച്ചിട്ടുണ്ട്, പിന്നെ സാമ്പാർ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിന് സാമ്പാറും അവിയലും ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാർ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ആച്ചൂട്ട് ഇതാ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ആച്ചൂട്ടിന് നേരത്തെ പോകണം, അവന് മറ്റേ സ്കൗട്ടിലുണ്ടായിരുന്നു കേട്ടോ നബിദിനത്തിൻ്റെ പരിപാടിയിൽ സ്കൗട്ടിനുണ്ട്. അപ്പോൾ അവന് നേരത്തെ പോകണം പറഞ്ഞിട്ട് 6:30 ആകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാണ്. കുഞ്ഞ് കുളിക്കുന്നുണ്ട്. അപ്പോൾ അച്ചൂട്ടൻ എന്താ വൈറ്റ് ഷർട്ടും പിന്നെ ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത്. അങ്ങനെ മദ്രസയിൽ അവരെ രണ്ടാളേനെ അവിടെ കൊണ്ടാക്കി കൊടുത്തു. രാവിലെ പിന്നെ നമ്മൾ ഈ കൊടി ഉയർത്തുന്ന സമയത്തൊക്കെ ഞാനും പൂട്ടാ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ദഫും കാര്യങ്ങളും കുട്ടികളുടെ ഫ്ലവർ ഷോയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുവാണല്ലോ, അപ്പോൾ അങ്ങനെ പോയിട്ട് കുട്ടികളെ പരിപാടിയൊക്കെ കണ്ടു. അപ്പോൾ ഇതാ ഉസ്താദുമാരെല്ലാവരും ഉണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി മഹല്ലിലെ ഹത്തീബ് ഉസ്താദും പിന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാരും അങ്ങനെ മദ്രസയുടെ അവിടെ വന്ന് നിൽക്കും. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് നിൽക്കാൻ അവിടെ അങ്ങനെ ഒരു ഷെഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അവിടെ മാറി നിന്നിട്ട് നമുക്കൊന്ന് നേരെ ഫ്രണ്ടിൽ നിന്നിട്ട് കാണുകയും ചെയ്യാം കേട്ടോ അങ്ങനെ. അപ്പോൾ എല്ലാവരും ഉണ്ടാവും ആ സമയത്ത്. അവിടെ രാവിലെ 8 മണിക്കായിരുന്നു കൊടി ഉയർത്തൽ, അതായത് പതാക ഉയർത്തൽ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ കൊണ്ട് 2 സ്റ്റെപ്പ് കളിപ്പിച്ചിട്ട് അവിടെ കുറേ സ്ത്രീകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, കുറേ ഉമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കളിപ്പിച്ചിട്ടാണ് പിന്നെ ഘോഷയാത്ര അങ്ങനെ പോവുക. അപ്പോൾ കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ട് കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ കുഞ്ഞു ഇതിലൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞിന് ദഫ് കളിക്കാൻ അറിയില്ല. പിന്നെ അവൻ മദ്രസയിൽ പഠിക്കണില്ല, ഇപ്പോൾ അവൻ 7ാം ക്ലാസ് വരെ പഠിച്ചോളൂ. പിന്നെ പഠിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ മഹലിൽ ചേരാത്തതുകൊണ്ട് ഇവിടെ ഒരു ഫീസ് കൊടുത്തിട്ട് വേണം പഠിക്കണമെങ്കിൽ. അപ്പോൾ അത് കാരണം തന്നെ അത് 3 ആൾക്കും കൂടിയിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനെ 7ാം ക്ലാസ് വെച്ച് നിർത്തിയിട്ടോ. പിന്നെ അതുമല്ല സ്കൂളും ട്യൂഷൻ്റെ സമയത്തൊക്കെയാണ് മദ്രസ വരുന്നത്, അപ്പോൾ പോകാനും പറ്റണില്ല ചില ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ നിർത്തിയത്. അപ്പോൾ കുട്ടികൾ ദഫ് കളിക്കുക, അല്ലെങ്കിലും മദ്രസയിലുണ്ടെങ്കിലും ദഫിലൊന്നും പങ്കെടുക്കില്ല കേട്ടോ. അവൻ പ്രസംഗത്തിലാണ് അവന് പങ്കെടുക്കാറുള്ളത്. അപ്പോൾ ആണെങ്കിലും അതെ, ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആച്ചൂട്ടൻ്റെ സ്കൗട്ടാണ്. അപ്പുറത്തെ സൈഡിൽ രണ്ടാമത് നിൽക്കുന്നതാണ് ആച്ചൂട്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പാട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ, പക്ഷേ വോയിസ് കൊടുത്ത പ്രശ്നമാണ്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കളി കാണാൻ. പിന്നെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് വേറെ കോസ്റ്റ്യൂമൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് ഒരു പ്രശ്നമായത്. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ, അതായത് 1ാം ക്ലാസ്സുകാരുടെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സുകാരുടെ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒക്കെ മൊത്തം 1ാം ക്ലാസ്സുകാരെ തോന്നുന്നുണ്ട്. ഇതിലെൻ്റെ ആങ്ങളുടെ മോൻ്റെ കുട്ടിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ കുറേ പിള്ളേരുണ്ട്, അറിയണ പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നത് ഉച്ചയ്ക്ക് നമുക്ക് നബിദിനത്തിന് ചോറൊക്കെ കിട്ടി. ചോറും നെയ്ച്ചോറും പിന്നെ ബീഫ് കറി കിട്ടി. അപ്പം നമ്മളൊരു കച്ചമ്പർ ഉണ്ടാക്കി കേട്ടോ വീട്ടിൽ. കറി പിള്ളേരൊക്കെ പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരിക കേട്ടോ. ഇഷമോളും ആച്ചൂട്ടനും കുഞ്ഞൊക്കെ അവിടെ പോയി കഴിച്ചിട്ടാണ് വരിക. പിന്നെ ചോറുണ്ട്. അപ്പോൾ കുഞ്ഞാണ് കൊണ്ടുവന്നത്. അവർ കഴിച്ച് വരുമ്പോൾ ചോറ് എടുത്തിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇവരിവിടെ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുട്ടികൾക്കുള്ള കലാപരിപാടികൾ, അതുപോലെ ചാക്കിലോട്ടം, സ്പൂൺ റേസ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളും പോയി. ഞാൻ പോയില്ല കേട്ടോ. പിള്ളേർ 3 കൂടി പോയി ഫോണായിട്ട് വീഡിയോ പിടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ആച്ചൂട്ടൻ സുന്ദരിക്ക് പൊട്ടുകുത്താനാണ് ഈ പോണത്. സുന്ദരി വേറെ സ്ഥലത്തും ആച്ചൂട്ടൻ പോണത് വേറെ സ്ഥലത്തേക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടി. ഒരു 6 മണി വരെ, 2:30 ആകുമ്പോൾ തുടങ്ങിയിട്ട് ഒരു 6, 6:30 ഏകദേശം ഒരു 7 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരവിടെ നല്ല കളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് പിന്നെ മദ്രസയിലേക്ക് വീണ്ടും പാട്ട് പാടാൻ പോവുക ചെയ്തത്. അപ്പോൾ കുഞ്ഞു സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് കൊണ്ടുവരികയായിരുന്നു. കുഞ്ഞുവിൻ്റെ പോയിട്ടാ. പിന്നെ ഇഷമോള് പിന്നെ ഒരു പാട്ടൊക്കെ പാടി അവിടെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഒരു സംഭവം കെട്ടിയിരിക്കുന്നത് കണ്ടോ. അതിൽ നിന്നിട്ട് ഇഷമോളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാട്ടൊക്കെ ഇങ്ങോട്ട് കേട്ടു കേട്ടോ. വീട്ടിലേക്ക് കേൾക്കാം, നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഉച്ചയായ കാരണം ഞാൻ പോയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആ വെയിലത്ത് പോയിരുന്നിട്ട് പിന്നെ വൈകിട്ട് മദ്രസയിൽ കുറേ നേരം പോയിരിക്കണ്ടല്ലേ കുട്ടികളുടെ പരിപാടി കാണാൻ. അപ്പോൾ ഉറക്കം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ കിടക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പോയില്ല. അപ്പോൾ കുട്ടികൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് നേരെ പിന്നെ നമ്മൾ മദ്രസയിൽ പോയിട്ടോ. അപ്പോൾ ആച്ചൂട്ടൻ്റെ പാട്ട്. സകല ജമാൽ തോൽക്കുന്ന അരശനി
അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പാത്രം, അതായത് നമുക്ക് ഇങ്ങനെ ഒരു കുടുക്ക, രണ്ടെണ്ണം ഇതുപോലെ രണ്ടെണ്ണമാണ് കിട്ടിയത്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ചായപാത്രം, നമ്മൾ വാലക്കുള്ള സൈസുള്ള ഒരു ചായപാത്രം, മൂടിയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്, നല്ലൊരു പാത്രം. ഇതാണ് നമ്മുടെ സമ്മാനം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.